കാർഷിക വാർത്തകൾ. രാജ്യത്ത് പഞ്ചസാര വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്ന വിലയിരുത്തലുമായി പഞ്ചസാര വ്യവസായ സംഘടനയായ ISMA നിലവിലെ വില വർധനവ് താൽക്കാലികമാണെന്നും വരും ദിവസങ്ങളിൽ പഞ്ചസാര വില കുറയാൻ സാധ്യതയുണ്ടെന്നും സംഘടന വ്യക്തമാക്കി. രാജ്യത്തെ പഞ്ചസാര വിലയിൽ അടുത്തിടെയുണ്ടായ വർധനവ് താൽക്കാലികമാണെന്നാണ് ഇന്ത്യൻ ഷുഗർ ആൻഡ് ബയോ എനർജി മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ വിലയിരുത്തൽ. പഞ്ചസാരയ്ക്ക് രാജ്യത്ത് ക്ഷാമമില്ലെന്നും ആവശ്യത്തിന് സ്റ്റോക്ക് നിലവിലുണ്ടെന്നും സംഘടന വ്യക്തമാക്കി. അമിതമായ സംഭരണവും ഊഹക്കച്ചവടപരമായ വാങ്ങലുമാണ് അടുത്തിടെയുള്ള വിലക്കയറ്റത്തിന് പ്രധാന കാരണങ്ങളിലൊന്ന്. വിപണിയിലെ ഈ പ്രവണത നിയന്ത്രണ വിധേയമാകുന്നതോടെ വില കുറയുമെന്നാണ് പ്രതീക്ഷ. വരാനിരിക്കുന്ന ഉത്സവ സീസണിൽ പഞ്ചസാരയുടെ ആവശ്യകത ഉയർന്നാലും നിലവിലുള്ള സ്റ്റോക്ക് അത് നേരിടാൻ പര്യാപ്തമാണെന്നാണ് ISMA പറയുന്നത്. കൂടാതെ ഇറക്കുമതി ചെയ്ത പഞ്ചസാരയുടെ കൂടുതൽ വിതരണം വിപണിയിലെത്തുന്നതോടെ ലഭ്യത വർദ്ധിക്കുമെന്നും വിലയിൽ ആശ്വാസമുണ്ടാകുമെന്നും വ്യവസായ സംഘടന പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിൻ്റെ സമുദ്രോൽപ്പന്ന മേഖലയെ കൂടുതൽ സുസ്ഥിരവും ആഗോള വിപണിയിൽ മത്സരക്ഷമവുമാക്കാൻ പുതിയ നീക്കം. ശാസ്ത്രീയ മത്സ്യബന്ധന രീതികൾക്ക് ഊന്നൽ നൽകുന്ന കരട് കേരള സംസ്ഥാന ഫിഷറീസ് മാനേജ്മെൻറ്റ് പ്ലാൻ തയ്യാറായി. സുസ്ഥിര മത്സ്യബന്ധനത്തിനൊപ്പം കയറ്റുമതി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയെ കൂടുതൽ സുസ്ഥിരമാക്കുന്നതിനുള്ള കരട് ഫിഷറീസ് മാനേജ്മെന്റ് പ്ലാൻ പുറത്തിറക്കി. ICAR സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ തയ്യാറാക്കിയ പദ്ധതിയിൽ ശാസ്ത്രീയമായ മത്സ്യബന്ധന നിയന്ത്രണങ്ങളും മത്സ്യബന്ധന ഉപകരണങ്ങളിലെ നിയന്ത്രണങ്ങളും നിർദ്ദേശിക്കുന്നു. ചെറുമീനുകളുടെ അമിതപിടുത്തം തടയുകയും കടൽ വിഭവങ്ങളുടെ ദീർഘകാല ഉൽപാദനക്ഷമത ഉറപ്പാക്കുകയുമാണ് ലക്ഷ്യം. കേരളത്തിലെ പ്രധാന ചെമ്മീൻ, സെഫലോപോഡ് മത്സ്യബന്ധന മേഖലകൾക്ക് മാരൈൻ സ്റ്റുവാർഡ്ഷിപ്പ് കൗൺസിൽ സർട്ടിഫിക്കേഷൻ നേടുന്നതിനുള്ള നടപടികളും ആരംഭിക്കും. മത്സ്യവ്യാപാരികൾക്കും അഗ്രിഗേറ്റർമാർക്കും ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നതോടെ മത്സ്യബന്ധന കേന്ദ്രം മുതൽ സംസ്കരണ പ്ലാന്റ് വരെയുള്ള നീക്കം ഡിജിറ്റലായി ട്രാക്ക് ചെയ്യാനും കഴിയും. ട്രോൾ ഫുട്പ്രിന്റ് ട്രാക്കിംഗും സ്ക്വയർ മെഷ് കോഡന്റും നടപ്പാക്കുന്നതിലൂടെ ചെറുമത്സ്യങ്ങളുടെ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകും. ആഗോള വിപണിയിൽ കേരളത്തിന്റെ സമുദ്രോൽപ്പന്നങ്ങൾക്ക് കൂടുതൽ അംഗീകാരവും കയറ്റുമതി സാധ്യതയും ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിനുള്ള ആവശ്യം വർദ്ധിക്കുന്നതോടെ സോയാബീൻ മീലിൻ്റെ ഉപഭോഗത്തിലും കുതിപ്പ്. രാജ്യത്തെ ഭക്ഷ്യ വ്യവസായത്തിലും കന്നുകാലി കോഴി വളർത്തൽ മേഖലയിലും സോയാബീൻ മീലിന് ആവശ്യകത ഉയരുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യക്കാരുടെ ഭക്ഷണശീലങ്ങളിൽ പ്രോട്ടീന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചതോടെ സോയാബീൻ മീലിന്റെ ഉപഭോഗവും വർദ്ധിക്കുന്നു. സസ്യാധിഷ്ഠിത പ്രോട്ടീൻ സ്രോതസ്സുകൾക്ക് ആവശ്യകത ഉയരുന്നതാണ് ഇതിന് പ്രധാന കാരണം. അതേസമയം മൃഗാഹാര മേഖലയിലും സോയാബീൻ മീൽ പ്രധാന പ്രോട്ടീൻ ഘടകമാണ്. കോഴി, കന്നുകാലി വളർത്തൽ മേഖലകളിലെ ആവശ്യകതയും വിപണിയെ സ്വാധീനിക്കുന്നു. രാജ്യത്ത് സോയാബീൻ ഉൽപ്പാദനം, വില, കയറ്റുമതി എന്നിവയ്ക്കൊപ്പം ആഭ്യന്തര ഉപഭോഗത്തിലെ മാറ്റങ്ങളും കർഷകരെയും വ്യാപാരികളെയും നേരിട്ട് ബാധിക്കും. പ്രോട്ടീൻ ആവശ്യകത ഇനിയും ഉയരുകയാണെങ്കിൽ സോയാബീൻ മീൽ വിപണിയിൽ കൂടുതൽ വളർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.